എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയുടെ മെസ്സേജ് വരുന്നേ. അതെ, പ്രസാദം എനിക്ക് കിട്ടി, ഞാൻ തൊട്ടെന്ന് പറയണം. ഈ മെസ്സേജ് കണ്ടതും ഭയങ്കര സന്തോഷമായി പോയി പ്രകാശന്. കാരണം അവരപ്പൊ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവരുമായിട്ടുള്ള കല്യാണമൊക്കെ നടക്കും, ലക്ഷ്മിയായിട്ടുള്ള. പിന്നെ താൻ ആരാ, രാജാവല്ലേ. പെട്ടെന്ന് പ്രകാശൻ റിപ്ലൈ അയച്ചു, അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതെ ഒന്ന് കാണാൻ പറ്റുമെന്ന് മെസ്സേജ് അയക്കുക. ഈ സമയം ലക്ഷ്മി ആ മെസ്സേജ് വെച്ചു, കാണാൻ പറ്റുമെന്ന്. കാണൂടാ, ഒരിക്കൽ നിന്നെ ഞാൻ കാണും, അധികം വൈകാതെ തന്നെ കാണും. അന്നാണ് ശരിക്കും നീ ഞെട്ടാൻ പോന്നെ. അതിനെന്താ, കാണാലോ എന്ന് ലക്ഷ്മി തിരിച്ചു മെസ്സേജ് അയക്കുകയാണ്. ഈ സമയം പ്രകാശൻ ചോദിച്ചു, എന്നൊന്ന് കാണാൻ പറ്റുന്നേന്ന്. ഈ സമയം ലക്ഷ്മി തിരിച്ചു മെസ്സേജ് അയച്ചു, അതെ എന്റെ അനിയനും കുടുംബമൊക്കെ UK ഞാൻ 1 മാസത്തിന് അങ്ങോട്ട് പോവാ, അതിനുശേഷം വന്നിട്ടാട്ടെ എന്ന് തിരികെ മെസ്സേജ് അയക്കുക. മെസ്സേജ് വായിച്ചും പ്രകാശം വിചാരിച്ചു, ആഹാ കൊള്ളാലോ, അപ്പൊ UK പിടിപാട്. അങ്ങനെയാണ് കല്യാണം കഴിയുന്നോട് കൂടിയിട്ട് UK വിദേശ രാജ്യങ്ങളൊക്കെ താൻ ചുറ്റിക്കറങ്ങൂലോ. എന്റെ ഭഗവാനെ, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു ഭാഗ്യം നീയാ കൊണ്ടെത്തന്നെ. എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ സമയം പ്രകാശൻ തിരികെ മെസ്സേജ്, ഓക്കെ ഡിയർ എന്നും പറഞ്ഞോണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മലയാളം പോലും ശരിക്കും അറിയാത്തവനാ, ഇംഗ്ലീഷിൽ ഓക്കെ ഡിയർ എന്ന് അയച്ചിരിക്കുന്നു. എടാ പ്രകാശ, നീ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് സന്തോഷിച്ച് അങ്ങോട്ട് ഏറ്റവും ഉയരത്തിൽ അങ്ങോട്ട് എത്തി നിൽക്കുക. അപ്പമാണ് നിന്റെ കാലെ പിടിച്ചു വലിച്ചാൽ താഴേക്കിട്ട് നിലത്തടിക്കാൻ പോകുന്നേ. ഈ ലക്ഷ്മി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഈ സമയം പ്രകാശം മനസ്സിൽ പറഞ്ഞു, കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കണം, ഇനിയിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനല്ലേ. അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. ഈ സമയം ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് രൂപയും ചന്ദ്രസേനും കിരണും കല്യാണിയൊക്കെ കൂടെ. അങ്ങനെ കഴിക്കണ സമയത്ത് ചന്ദ്രസേനൻ പറഞ്ഞു, ഇനിയിപ്പം മോളിനിപ്പോ ഒരാഴ്ചത്തേക്ക് ഇനിയിപ്പം അവിടുത്തെ ഫുഡ് ആയിരിക്കില്ലെന്ന് ചോദിക്കാം. രൂപ പറഞ്ഞു, അതെ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ, മോൾക്കുള്ള അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാന്ന് പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എനിക്കറിയാം മോൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് ചോറിനാനായിട്ട് ഇഷ്ടമുള്ളെന്ന്. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്തല്ല വിഷമം, പിന്നെന്താ ഇവിടെ ഒരാഴ്ച മാറി നിൽക്കുമല്ലേ, എനിക്ക് അതേക്കുറിച്ച് ഓർത്താ വിഷമം എന്ന് പറയാം. ദിയേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, എടാ ഒരാഴ്ചയല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ. ഞാനിത് ആരോടാ പറയണല്ലേ, ഒരു യുഗം മൊത്തം അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആളോട്, ബെസ്റ്റ് ആളോട് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയാം. ഈ സമയം രൂപ ചിരിച്ചു. രൂപ പറഞ്ഞു, മോള് എവിടെ ചെന്നാലും ഉയരത്തിലെത്തും, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം, അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ. മോന്റെ കാര്യം ഓർത്തിട്ടും യാതൊരു ടെൻഷനും വേണ്ട. ദേ കിരൺമോനുണ്ടല്ലോ, പോരാത്തന് മോളുടെ അമ്മയുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലുമോൻ നിന്നോളും, അവനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അല്ല കല്ലുമോനെ പിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തോ, അവനെ കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, ഞാൻ പറഞ്ഞ കല്യാണിയോട്, പക്ഷെ എങ്കിൽ അവളെ സമ്മതിക്കാത്തെ. അവനാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര വിഷമാവുന്ന, അവനെ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ യാത്ര പറയുമ്പോൾ സങ്കടം വരുമെന്ന്, അതുകൊണ്ടാ കൂട്ടിക്കൊണ്ട് വരായിരുന്നേന്ന് പറയാം. ഈ സമയം രൂപ പറഞ്ഞു, ശരിയാ, അതും ഒരു കണക്കിന് ശരി തന്നെയാ. ഈ സമയം കല്യാണി പറഞ്ഞു, പിന്നെ അവൻ അമ്മയുടെ അടുത്തായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവനെ കൊണ്ട് ഒരു പ്രശ്നമില്ല, 24 മണിക്കൂർ ഞാൻ എല്ലാ സമയത്ത് അമ്മയല്ലേ നോക്കുന്നേ, അതുകൊണ്ട് എന്നെ കണ്ടില്ലേലും അവന് പ്രശ്നമൊന്നുമില്ല, അവനവിടെ ഓക്കെയാന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞു, മോളെ നിനക്ക് കുറെ കാലത്തിന് ശേഷം കിട്ടിയ നല്ലൊരു അവാർഡല്ലേ ഇത്, അപ്പൊ ഇത് നീ ഇതുപോലെ തന്നെ ഇനി മുകളിലേക്ക് ഇനി ഉയരത്തിലെത്തണം. കാരണം ഇതൊക്കെ കണ്ട് നിന്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ടനും നിന്റെ ആങ്ങളെ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ കരയണമെന്ന് പറയാം, നിന്റെ ഇത് കണ്ടിട്ട്, ഈ സന്തോഷം കണ്ടിട്ട്. കാരണം ഇങ്ങനെ ഒരു നല്ല കാലം വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, മുമ്പായിരുന്നെങ്കിൽ അവര് കരഞ്ഞെന്ന് വെച്ചാ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ ഒരു പുതിയ കൂട്ടുകെട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കാർത്തിക എന്ന് പറയണം. പിന്നീട് കാർത്തികനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അപ്പൊ പ്രകാശൻ ലോട്ടറി അടിച്ചിരിക്കുവല്ലേന്ന് ചോദിക്കുക. കിരൺ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എനിക്ക് വല്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ട്. കാർത്തിക ഇങ്ങനെ പ്രകാശന്റെ കൂടെ കൂട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവരിങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാർത്തികനെ കണ്ടിടത്തോളം ആള് നല്ല ബുദ്ധിമതിയായ പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഒരു കാരണവശാലും പ്രകാശനെ പോലെയുള്ള ഒരുത്തനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുള്ള പോലെയാ എനിക്ക് തോന്നിയെന്ന് പറയാം. പെട്ടെന്ന് കല്യാണം പറഞ്ഞേ, അങ്ങനെ എനിക്ക് തോന്നിയില്ലെന്ന് പറയണം പ്രകാശം. ഈ സമയം കിരൺ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തോന്നി ഇതുവരെയായിട്ടും കള്ളമായിട്ടില്ല, എപ്പോഴും സത്യമായിട്ടുള്ളെന്ന് പറയാം. ശരി, അതെ ഇനി അതേ സമയം ഇരിക്കണ്ട, രണ്ടുപേരും കൂടെ പോയി കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം. രൂപ ഇത് പറഞ്ഞപ്പം ചന്ദ്രസേനൻ പറഞ്ഞു, ഉറങ്ങാനായിട്ട് കൊള്ളാം, നാളെ പോകുന്നോണ്ട് ഇന്ന് ഇനിയിപ്പോ രണ്ടുപേരും കൂടെ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. പിന്നീട് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, ബാ നമുക്കെന്നാ മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും കൂടെ മുറിയിലേക്ക് പോവാം. മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം കല്യാണം പറഞ്ഞു, അതെ എനിക്ക് കല്ലുമോനെ ഒന്ന് വിളിക്കണമെന്ന് പറയാം. അതെന്തിനാ,
നീ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഒരു 10-15 തവണ വിളിച്ചല്ലോ, ഇനി എന്തിനാ വിളിക്കണേ? എന്നാലും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോഴാണ് കല്ലുമോൻ ഉറയും കാണത്തില്ല. ഞാനൊന്ന് വിളിക്കട്ടെ. അവന്റെ സംസാരം ഒന്ന് കേൾക്കുവാണെങ്കിൽ, അവന്റെ മുഖം ഒന്ന് കാണുവാണെങ്കിൽ എനിക്ക് സന്തോഷമായെന്ന് പറയാം. അങ്ങനെ ദീപേനെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞ് കല്ലുമോന്റെ കാര്യം ചോദിച്ചു പറഞ്ഞു, അയ്യോ മോനിപ്പോ ഉറങ്ങിയില്ലോ എന്ന് പറയാണ്. ഇത്ര സമയം എന്റെ കയ്യിലിരിക്കുമായിരുന്നു. ഞാനൊരു താരാട്ടുപാട്ടൊക്കെ പാടി തോളത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയെന്ന് പറയാം. കല്യാണിക്ക് വല്ലാത്ത സങ്കടമായി. മോള് വിഷമിക്കൊന്നും വേണ്ടെന്നേ, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അവന്റെ കാര്യം ഓർത്തിട്ട് യാതൊരു ടെൻഷനും വേണ്ട. അവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കാളാന്ന് പറയണം. ആ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല അമ്മയെന്ന് പറയണം. ശരി, നാളെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് കിരൺ ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടായോ അതോ സങ്കടമായെന്ന് ചോദിക്കും. എനിക്ക് സങ്കടമൊന്നും ഇല്ല, അത് വെറുതെ കള്ളത്തരം പറയണ, എനിക്ക് മനസ്സിലായെന്ന് പറയാം. അതെ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ നിക്ക്? എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. കിരണായിട്ടിന് അറിയാലോ ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല. നാളെ പോകുന്ന കാര്യം ഓർത്ത് നല്ല ടെൻഷനാ. എനിക്കറിയാം കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തു പോയാലോന്ന് ചോദിക്കാം. രാത്രി കിടന്നാലും ഇന്നത്തെ ദിവസം ഉറങ്ങുമെന്ന് തോന്നില്ല. അത് ശരിയാ, പക്ഷെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ നിക്ക്? എന്ത് നാണക്കേട്? നീ പേടിക്കണ്ട, നീ വാ. അവർ ഈ പ്രായം കഴിഞ്ഞു വന്നല്ലേ, നമുക്ക് കുറച്ചേരം പുറത്തൊക്കെ പോയി സംസാരിച്ചിരുന്നിട്ട് വരാന്ന് പറയണം. നാളെ ഇനി നീ അവിടെയല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേന്ന് ചോദിക്കും. ശരി എന്നാ ഇറങ്ങാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ്. പിന്നീട് രണ്ടുപേരും കൂടെ കടൽപ്പുറത്ത് പോയി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക. ഈ സമയം കല്യാണി പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്ത വിഷമം വരുവാന്ന് പറയാം. നീ എന്തിനാ വിഷമിക്കണേ? നിന്റെ പോക്ക് കണ്ട ഓർക്കില്ല, നീ 2 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നാന്ന്. ഒരാഴ്ചയല്ലേ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ അങ്ങോട്ട് പോകത്തില്ലേന്ന് ചോദിക്കാം. അതൊക്കെ എനിക്കറിയാം, പിന്നെ എന്തിനാ വിഷമിക്കണേന്ന് പറഞ്ഞ് കല്യാണിയെ ചേർത്ത് പിടിക്കണം. ഉണ്ടല്ലേ, നീ പോയിട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് കല്ലുമനം കൊണ്ട് ഇങ്ങനെ കടപ്പുറത്തൊക്കെ വന്നിരിക്കാം. എന്ത് രസമായിരിക്കും എന്നറിയാവോ? നമ്മൾ തന്നെയുള്ള രോഗം ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കുന്നേ, അതിൻ്റെ ടെൻഷൻ കാണും. പക്ഷെ അത് നീ കാര്യമാക്കണ്ട കേട്ടോ. അകന്നിരിക്കുമ്പോഴല്ലേ നമ്മൾ തമ്മിൽ അടുപ്പം കൂടുതലുണ്ടാകുന്നേ. നമ്മൾ തമ്മിലല്ല സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. അകന്നിരുന്ന് കഴിയുമ്പോഴാ അവരവരുടെ ഉള്ളിൽ ആ സ്നേഹം തിരിച്ചറിയണേന്ന് പറയാം. കല്യാണി പറഞ്ഞു, കടൽപ്പുറത്ത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും തത്വങ്ങളൊക്കെ വരാൻ തുടങ്ങിയല്ലോ കിരണേട്ടൻ എന്ന് പറയാണ്. തത്വമല്ല കല്യാണി, ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാം. പിന്നെ വെറും കൈയോടെ തിരികെ വല്ല അറിയാലോ, അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതിനകത്ത് വിന്നറായിട്ട് വേണം തിരിച്ചു വരാനെന്ന് പറയാം. അതൊന്നും എന്റെ മനസ്സിലേ ഇല്ലെന്ന് പറയണം. അതെന്താ? എന്റെ മനസ്സിലിപ്പോ കിരണേട്ടൻ കല്ലുമോനും മാത്രമേ ഉള്ളൂ. ആഹാ, അങ്ങനെയാണെ പിന്നെ പോണ്ട കാര്യമില്ല. എന്തിനാ അങ്ങോട്ട് പോണേ? നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പറഞ്ഞു കേട്ടല്ലോ. ശരി ശരി, ഞാൻ നോക്കട്ടെ. ഒത്തിരി ആൾക്കാരുണ്ട് അറിയാലോ. പിന്നെ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാന്ന് പറയണം. പിന്നീട് കല്യാണി ചോദിച്ചു, നമുക്കെന്നാ പോയാലോ? ഇത്ര സമയമായില്ലേ, രാത്രിയായില്ലേന്ന് ചോദിക്കും. എന്താ പേടിയുണ്ടോ നിനക്ക്? പേടിയല്ല പിന്നെന്താ. അല്ല, ഇത്രയും രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ഈ ആൾക്കാരൊക്കെ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്നാലോ? പിന്നെ സാമൂഹ്യ വിരുദ്ധര് ആര് വന്നാലും അവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കുന്നേ, പിന്നെ എന്താ കുഴപ്പം? പിന്നെ വല്ല തെരുവ് നായ്ക്കളും വന്നായിരിക്കും. തെരുവ് നായ്ക്കൾ വന്നാലെന്താ, ഒരു കടി അടിക്കും. പക്ഷെ അതിനെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. കല്യാണി പറഞ്ഞു, ഇതൊക്കെ ഇപ്പൊ പറയും, വരുമ്പോ അറിയാന്ന് പറയാം. ഇനി അതേ സമയം ഇരിക്കണ്ട, വരാനും പറഞ്ഞുകൊണ്ട് കല്യാണിയും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടു. നമുക്കൊന്ന് ഇവിടെ കയറി ഫുഡ് കഴിച്ചാലോ? അങ്ങനെ അവർ അവിടെ കയറി തട്ടുദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കാറ് വന്ന് നിന്നേ. അതിൻ്റെ അകത്ത് നിന്ന് ആദർശം നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അവരെ കണ്ടതും കല്യാണം, ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് എഴുന്നേറ്റ് വരുവാണ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. കിരൺ പെട്ടെന്ന് ആദർശനോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യനെ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോന്ന് ചോദിക്കും. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇറങ്ങാൻ തുടങ്ങി, അമ്മ ഉറങ്ങിയതിന് ശേഷം മാത്രം. അങ്ങനെ വരട്ടെ, ഞാൻ ഓർക്കുകയും ചെയ്തു. അല്ലാതെ ഒരു കാരണവശാലും നീ പുറത്തിറങ്ങാൻ വഴിയില്ല. നിനക്ക് നിന്റെ അമ്മേനെ അത്രമാത്രം പേടിയാണല്ലോ. ഇത് കേട്ടത് ആദർശം, നീ അത്രയ്ക്ക് കളിയാക്കുമൊന്നും വേണ്ട, കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയം കല്യാണി വെച്ച് എങ്ങനെയുണ്ട് ഇപ്പം? പണ്ടത്തെ പോലെ സ്വഭാവമാണോ ആദർശേട്ടൻ നിൽക്കും? അങ്ങനെയൊന്നുമില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പിന്നെ എനിക്കൊരു കാര്യമുള്ളൂ, പോവുകയൊക്കെ ചെയ്യുക, പക്ഷേങ്കിൽ നിനക്ക് കിരണേട്ടനും കൂടെ കൊണ്ടുപോകാമെന്ന് പറയണം. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, ഞാൻ പറഞ്ഞതാ കിരണേട്ടൻ കൂടെ വരാനായിട്ട്, പക്ഷെ കിരണേട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശം, നിനക്ക് എന്താ അത്യാവശ്യമാണുള്ളത്? അതെന്ത് പറയാനാ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതല്ലേ, അത് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ടാ. ശരി ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ കല്യാണിയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി കയറിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിനക്ക് നിന്റെ കമ്പനിയിലേക്ക് നയനയെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? ഇത്രയും വലിയ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ അവിടുത്തെ മെയിൻ ഡിസൈനറായിട്ട് നയനെ നിയമിച്ചാൽ എന്താന്ന് ചോദിക്കുക. ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ ആദർശം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.